നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുടെ പരിഹാരമല്ല ചട്ട ഭേദഗതിയുടെ മറവിൽ ജനങ്ങളെ കൊള്ളയടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നതെന്ന് വ്യക്തമായതായി DCC പ്രസിഡന്റ് CP മാത്യു. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷനും തൊടുപുഴ നഗരസഭയും ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടുകൂടി തൊടുപുഴയിൽ സംഘടിപ്പിക്കും. വാത്തിക്കുടി പഞ്ചായത്തിൽ നടന്നുവരുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ നിർമ്മാണം അനന്തമായി നീളുന്നു. പട്ടികവർഗ വിഭാഗക്കാർക്കായുള്ള മുഖ്യമന്ത്രിയുടെ ഓണസമ്മാന വിതരണം കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ആരംഭിച്ചു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൊടുപുഴ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുടെ പരിഹാരമല്ല ചട്ട ഭേദഗതിയുടെ മറവിൽ ജനങ്ങളെ കൊള്ളയടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നതെന്ന് വ്യക്തമായതായി DCC പ്രസിഡന്റ് CP മാത്യു. പാർട്ടി ഫണ്ട് പിരിക്കുന്ന മോഡലിൽ കർഷകരിൽ നിന്ന് ക്രമവൽക്കരണത്തിന്റെ പേരിൽ കോടികളാണ് CPM നയിക്കുന്ന LDF സർക്കാർ പിരിച്ചെടുക്കാൻ പോകുന്നത്. വരാൻ പോകുന്നത് CPM നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥ വാഴ്ചയാണ്. ഇതാണോ നവകേരളമെന്ന് CPM വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി ഫണ്ട് പിരിക്കുന്ന മോഡലിൽ കർഷകരിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും ക്രമവൽക്കരണത്തിന്റെ പേരിൽ കോടികളാണ് CPM നയിക്കുന്ന LDF സർക്കാർ പിരിച്ചെടുക്കാൻ പോകുന്നത്. CPM നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥ വാഴ്ചയാണിത്. ഇത് ആണോ നവകേരളം എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കണം. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും നമ്പർ ലഭിച്ച് കെട്ടിട നികുതിയും ഭൂനികുതിയും അടച്ച് ഒരു പ്രശ്നങ്ങളുമില്ലാതെ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളും വീടുകളും നിയമവിരുദ്ധമാക്കി ഇവ ക്രമവൽക്കരിക്കാൻ ജനങ്ങളുടെ മേൽ അധികാരം അടിച്ചേൽപ്പിക്കുകയാണ് സർക്കാർ ചെയ്തത്. നിർമ്മാണ നിരോധനം, CHRലെ പ്രശ്നങ്ങൾ, വിവിധ വില്ലേജുകളിൽ പട്ടയ വിതരണത്തിനുള്ള തടസ്സങ്ങൾ, പഴയ റിസർവ് വനങ്ങളുടെ വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടതിന്റെ പേരിൽ പട്ടയ കൈവശ ഭൂമിയിൽ വനം വകുപ്പ് അവകാശം സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളൊന്നും പരിഹരിക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുകയാണ് 6 പതിറ്റാണ്ടായി ജില്ലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെല്ലാം ശാശ്വതമായി പരിഹരിച്ചു എന്ന വ്യാജ പ്രചാരണവുമായി മുഖ്യമന്ത്രിയും മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കളും രംഗത്തെത്തിയിരിക്കുന്നതെന്നും CP മാത്യു പറഞ്ഞു. ഇതിനേക്കാൾ ഭേദമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. റോഷി അഗസ്റ്റിനാണല്ലോ മന്ത്രി. ഇതിനേക്കാൾ എത്ര ഭേദമായിരുന്നു മണിയാശനായിരുന്നു മന്ത്രിയെങ്കിലും. റോഷി അഗസ്റ്റിൻ മന്ത്രി എന്നുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥയാണ്. അദ്ദേഹത്തിന്റെ ജില്ലയാണ്. ആ ജില്ല എന്നുള്ള നിലയിലുള്ള ഓരോ നടപടികളുടെ കാര്യത്തിലും അതിന്റെ മുൻപിലും പുറകിലും നിൽക്കേണ്ട മന്ത്രി വെറും കാഴ്ചക്കാരനായി പോവുകയാണ്. ഇതിനേക്കാൾ കൂടുതൽ ഇച്ഛാശക്തിയുള്ള മന്ത്രിയായിരുന്നു CM മണി എന്നാണ് എനിക്ക് തോന്നുന്നത്. ജില്ലയിൽ ഇന്ന് നിലനിൽക്കുന്ന നിർമ്മാണ നിയന്ത്രണങ്ങളെല്ലാം കൊണ്ടുവന്നത് പിണറായി സർക്കാരാണ്. കർഷക സ്നേഹം പറയുന്ന ഇടതു നേതാക്കൾ കോടതിയിൽ കർഷക താൽപര്യം സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കാത്തതാണ് തിരിച്ചടിയായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷനും തൊടുപുഴ നഗരസഭയും ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടുകൂടി തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 1 മുതൽ 10 വരെയാണ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. സമാപന സമ്മേളനത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ, ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, PJ ജോസഫ് MLA, MM മണി MLA, A രാജ MLA, ജില്ലാ കളക്ടർ ദിനേശ് തിരുവാത്ത IAS എന്നിവർ പങ്കെടുക്കും. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനും തൊടുപുഴ നഗരസഭയും ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായാണ് വിപുലമായ പരിപാടികളോടുകൂടി ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 1 വൈകിട്ട് 5 മണിക്ക് വിളംബര ജാഥയോടുകൂടി ഓണാഘോഷത്തിന് തുടക്കം കുറിക്കും. മർച്ചന്റ്സ് യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ 100-ൽ പരം ഇരുചക്ര വാഹനങ്ങൾ വിളംബര ജാഥയിൽ പങ്കെടുക്കും. സെപ്റ്റംബർ 3 കുട്ടികൾക്കായുള്ള ചിത്രരചനാ മത്സരം നടത്തും. LP, UP, HS വിഭാഗങ്ങളിൽ വ്യത്യസ്തമായ മത്സരങ്ങൾ സംഘടിപ്പിക്കും. അന്നേ ദിവസം ചെസ് മത്സരവും ഉണ്ടായിരിക്കും. സെപ്റ്റംബർ 3 തൊടുപുഴയിലെ വ്യാപാര സ്ഥാപനങ്ങൾ, വിവിധ ബാങ്കുകൾ,
പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓണപ്പൂക്കള മത്സരം സംഘടിപ്പിക്കും. സെപ്റ്റംബർ 9 സാംസ്കാരിക ഘോഷയാത്ര തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച് മങ്ങാട്ടുകവലയിൽ സമാപിക്കും. ചെണ്ടമേളം, പെരുമ്പറമേളം, കരകാട്ടം, മയിലാട്ടം, അർജുന നൃത്തം, തെയ്യം, അർദ്ധനാരീശ്വര നൃത്തം തുടങ്ങിയ വിവിധ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകും. വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, നഗരസഭ, CDS യൂണിറ്റിലെ വനിതകൾ, മർച്ചന്റ്സ് യൂത്ത് വിങ്, മർച്ചന്റ്സ് വനിതാ വിങ്, വ്യാപാരി ക്ലബ്ബ് 38 അംഗങ്ങളും പങ്കെടുക്കും. ഘോഷയാത്ര സമാപനത്തോടെ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ ഔസേഫ് ജോൺ പുളിമൂട്ടിൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള അഖില കേരള വടംവലി മത്സരം നടത്തും. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള 20ഓളം പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. സെപ്റ്റംബർ 10 മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ഇടുക്കി ജില്ലയിലെ ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ജില്ലാതല സമാപന യോഗം തൊടുപുഴയിൽ നടത്തും. മന്ത്രി റോഷി അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, PG ജോസഫ് MLA, M. M. മണി MLA, A. രാജ MLA, ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാത്ത് IAS, തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക്, KVVES ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ, DTPC സെക്രട്ടറി ജിതേഷ് ജോസ്, കൌൺസിലർമാർ, രാഷ്ട്രീയ സാംസ്കാരിക വ്യാപാരി നേതാക്കൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. തുടർന്ന് ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയോടുകൂടി ഓണോത്സവ് 2K25 സമാപിക്കും. തൊടുപുഴയിൽ നമുക്കറിയാം, എല്ലാ വർഷവും ഓണാഘോഷം വളരെ ഗംഭീരമായി ആഘോഷിച്ചു വരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ കോവിഡിന് ശേഷം വളരെ വിപുലമായി ഇത് നടത്തുന്നതിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ വർഷം ഏറ്റവും നല്ല രീതിയിൽ ഈ പരിപാടി നടത്തണമെന്നാണ് മർച്ചന്റ്സ് അസോസിയേഷൻ്റെയും അതുപോലെ മുനിസിപ്പൽ കൗൺസിലിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായ അഭിപ്രായം. അതേ തുടർന്നാണ് ഇത്തരത്തിൽ ആഘോഷമാക്കി തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആലോചിച്ചിട്ടുള്ളത്. അതോടനുബന്ധിച്ച് സമാപന സമ്മേളനം 10 നമ്മൾ മങ്ങാട്ടുകവലയിൽ അതിൻ്റെ സമാപന സമ്മേളനം നടത്തുന്നതാണ്. ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ജില്ലയിലെ മന്ത്രി, MP, MLA മാർ, അതുപോലെ മറ്റ് ജനപ്രതിനിധികൾ, അതിൽ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ആളുകൾ, മറ്റ് CDS ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതിനിധികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ ഈ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നു വരുന്നു. വാത്തിക്കുടി പഞ്ചായത്തിൽ നടന്നുവരുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ നിർമ്മാണം അനന്തമായി നീളുന്നു. 4,55,00,000 രൂപ വകയിരുത്തി നിർമ്മാണം ആരംഭിച്ച 28 കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ലൈഫ് മിഷന്റെ ഫ്ളാറ്റ് നിർമ്മാണം തികച്ചും അശാസ്ത്രീയമാണെന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും മാധ്യമങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിയിട്ടും വേണ്ടത്ര അന്വേഷണം നടത്തുവാനോ പണികൾ പൂർത്തീകരിക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം ഇപ്പോൾ ഉയരുന്നത്. പ്രളയ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി 28 കുടുംബങ്ങൾക്ക് വാസയോഗ്യമായ വീടൊരുക്കുക എന്ന ലക്ഷ്യത്തിലാണ് വാത്തിക്കുടി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരിക്ക് സമീപം 3-ാം ബ്ലോക്ക് കേന്ദ്രീകരിച്ച് ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം ആരംഭിച്ചത്. 4.55 കോടി രൂപ ആദ്യഘട്ടം വകയിരുത്തി 2022 ഫ്ളാറ്റിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 3 വർഷമാകുമ്പോഴും നിർമ്മാണം എങ്ങുമെത്തിയില്ല. കാലതാമസം എന്നത് മാറ്റി നിർത്തിയാൽ പോലും ഫ്ളാറ്റിന്റെ ഘടനയിലും നിർമ്മാണത്തിലുമുള്ള അശാസ്ത്രീയത തുടക്കത്തിൽ തന്നെ ജനപ്രതിനിധികളും നാട്ടുകാരും ചൂണ്ടിക്കാട്ടി. നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള നിരവധി മാധ്യമ വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇവയൊന്നും മുഖവിലക്കെടുക്കാതെയാണ് നിർമ്മാണം തുടരുന്നത്. ഈ ഫ്ളാറ്റ് സമുച്ചയത്തിലെ നിർമ്മാണത്തിലെ അപാകതകളും അശാസ്ത്രീയതയും അതിനകത്ത് ഉച്ചയിടുന്ന വേഗതയും എല്ലാം നല്ല ജനപ്രതിനിധികളും നാട്ടുകാരും പൊതുപ്രവർത്തകരും ഒക്കെ പലവട്ടം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഇപ്പോൾ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. കൂടുതൽ ഫണ്ടിന് വേണ്ടിയിട്ട് കോൺട്രാക്ടർ ആ പണി നിർത്തി വെച്ചിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇതിൻ്റെ ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ പ്രത്യേകതരം നിർമ്മാണ രീതിയാണ്. ഇതിൻ്റെ ഇരുമ്പ് ഗട്ടറുകളും അതുപോലെ തന്നെ വി ബോർഡുകളുമെല്ലാം തുരുമ്പെടുത്തും മഴയത്ത് ഒലിച്ചുമൊക്കെ നശിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എത്രയും വേഗം ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അർഹരായ ആളുകൾക്ക് കൈമാറണമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഒരു വാസയോഗ്യമായ വീടിന് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുള്ള നാടാണ് കേരളം. ആ സമയത്താണ് കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഈ രീതിയിലേക്ക് കെടുകാര്യസ്ഥതയുടെ പ്രതിരൂപമായിട്ട് ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾ മാറുന്നത്. ലൈഫ് മിഷൻ്റെ ഭാഗത്തുനിന്ന്, അതോടൊപ്പം ഇതിൻ്റെ ചെയർമാൻ കളക്ടറാണ്, അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലുകളിലൂടെ ഇവിടുത്തെ ജനങ്ങൾക്ക്, ഇവിടുത്തെ അർഹരായ ഗുണഭോക്താക്കൾക്ക് എത്രയും വേഗം ഈ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ച് കൈമാറണം എന്നുള്ളതാണ് നമുക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത്.
ഇരുമ്പ് ഗഡറുകളിൽ നിർമ്മിക്കുന്ന 4 നില ഫ്ളാറ്റിൽ മുറികൾ വേർതിരിക്കുന്ന സിമന്റ് ബോർഡുകൾ ഒഴികെ ബാക്കി നിർമ്മാണമെല്ലാം ഇരുമ്പിൽ തന്നെയാണ്. ഇത് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഉൾപ്പെടെയുള്ള വലിയ അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. കരാറുകാർക്ക് സമയബന്ധിതമായി പണം ലഭിക്കാത്തതുമൂലം ഇതിനോടകം 8ഓളം കരാറുകാർ പണികൾ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. ഗുണമേന്മയില്ലാത്ത വസ്തുക്കൾ ഉപയോഗിക്കുന്നതായും ആദ്യഘട്ടത്തിൽ നടത്തിയ നിർമ്മാണ വസ്തുക്കൾ പലതും മാസങ്ങളോളം തുരുമ്പെടുത്ത് നശിച്ച ശേഷം വീണ്ടും ഇവ തന്നെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നതും കെട്ടിടത്തിന് കൂടുതൽ ബലക്ഷയം ഉണ്ടാക്കും. ജില്ലയിൽ മറ്റിടങ്ങളിലും ഇത്തരത്തിലുള്ള ഫ്ളാറ്റുകൾ നിർമ്മിച്ചത് വിജയകരമല്ലെന്ന് കണ്ടെത്തിയിട്ടും കൂടുതൽ പണം അനുവദിക്കാനുള്ള കരാർ കമ്പനിയുടെ ശ്രമം ഉദ്യോഗസ്ഥരും കരാറുകാരും ചേർന്ന് നടത്തുന്ന വൻ തട്ടിപ്പാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. മുരിക്കാശ്ശേരിയിൽ നടന്നുവരുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ നിർമ്മാണത്തിൽ വൻ അഴിമതിയാണെന്നും ശക്തമായ അന്വേഷണം വേണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. NSS തൊടുപുഴ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് പൂക്കള മത്സരവും ഓണസദ്യയും ഉണ്ടായിരുന്നു. തൊടുപുഴ താലൂക്ക് NSS കരയോഗ യൂണിയന്റെയും വനിതാ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള നിർവഹിച്ചു. ഓണത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഇത്രയധികം ഭിന്നതകൾ നിലനിൽക്കുന്ന ഒരു കാലത്ത് എല്ലാ മനുഷ്യരും ആമോദത്തോടു കൂടി ജീവിക്കുന്ന ഒരു നാടോ നഗരമോ ഏതെങ്കിലും ഒരു പഞ്ചായത്തോ ഒരു സർക്കാർ ഓഫീസോ പോലും നമുക്ക് ഈ രാജ്യത്ത് കാണാൻ സാധിക്കില്ല. പക്ഷെ എന്നാലും മലയാളി അവൻ്റെ സ്വന്തം സംസ്കാരത്തിൽ നിന്ന് കടഞ്ഞെടുത്ത ആ മനോഹരമായ സ്വപ്നം നമ്മുടെ ജീവിതത്തിലെ മനുഷ്യരെല്ലാവരും ഏകതയോടുകൂടി സഹോദരങ്ങളായിട്ട് ജീവിക്കുന്ന ആ മാനവ ഐക്യത്തിൻ്റെ ആ സ്വപ്നവും പ്രതീക്ഷയും എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. വനിതാ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ സിന്ധു രാജീവ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് AB ധർമാംഗത കൈമൾ, മുനിസിപ്പൽ ചെയർമാൻ K ദീപക്, യൂണിയൻ സെക്രട്ടറി SN ശ്രീകാന്ത്, വനിതാ യൂണിയൻ സെക്രട്ടറി പ്രസീത സോമൻ, ഖജാൻജി ശ്രീദേവി സുനിൽ എന്നിവർ സംസാരിച്ചു. പൂക്കള മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കലൂർക്കാട് വനിതാ സമാജത്തിനും, സെക്കൻഡ് പ്രൈസ് മണക്കാട് വനിതാ സമാജത്തിനും, തേർഡ് പ്രൈസ് കോടിക്കുളം വനിതാ സമാജത്തിനും ലഭിച്ചു. പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള മുഖ്യമന്ത്രിയുടെ ഓണസമ്മാന വിതരണം കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ആരംഭിച്ചു. നിയോജക മണ്ഡലതല ഉദ്ഘാടനം കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇടമലയാർ താളുംകണ്ടം ആദിവാസി ഉന്നതിയിൽ ആന്റണി ജോൺ MLA നിർവഹിച്ചു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കൈൻ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള മുഖ്യമന്ത്രിയുടെ ഓണസമ്മാന വിതരണം കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ആരംഭിച്ചു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സ് കഴിഞ്ഞ 478 പേർക്കാണ് 1000 രൂപ വീതം വിതരണം ചെയ്തത്. നിയോജക മണ്ഡലതല ഉദ്ഘാടനം കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇടമലയാർ താളുംകണ്ടം ആദിവാസി ഉന്നതിയിൽ വെച്ച് ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഇവിടെ ഈ ഓണക്കാലത്ത് കേരളത്തിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സ് പ്രായം കഴിഞ്ഞവർക്കാണ് മുഖ്യമന്ത്രിയുടെ ഓണസമ്മാനം എന്നുള്ള നിലയിൽ, അത് ഗവൺമെൻറ് കഴിഞ്ഞ 9 വർഷക്കാലവും എല്ലാ ഓണക്കാലത്തും ആ നിലയിൽ ആദിവാസി സമൂഹത്തിൻ്റെ കൈകളിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഈ ഓണക്കാലത്തും കേരളത്തിലെ ഏതാണ്ട് 53,000-ഓളം പേർക്ക് 60 വയസ്സ് പ്രായം കഴിഞ്ഞ് 53,000-ഓളം പട്ടികവർഗ വിഭാഗക്കാരായിട്ടുള്ള ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ ഓണസമ്മാനം എന്നുള്ള നിലയിലാണ് 1000 രൂപ വീതം ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. അക്കൗണ്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട്, അക്കൗണ്ട് ഇല്ലാത്തവരെ സംബന്ധിച്ച് അവരുടെ ഉന്നതികളിൽ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനവുമാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോതമംഗലം മണ്ഡലത്തിൽ ഇവിടെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ ആദിവാസി ഉന്നതികളിലും അതോടൊപ്പം തന്നെ കവളങ്ങാട് പഞ്ചായത്തിൻ്റെ നേരിമംഗലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലടക്കം 478 പട്ടികവർഗ വിഭാഗക്കാർക്കാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓണസമ്മാനം 1000 രൂപ വീതം നമ്മൾ വിതരണം ചെയ്യുന്നത്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ FIT ചെയർമാൻ R. അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം KK ദാനി, പഞ്ചായത്ത് അംഗങ്ങളായ ബിൻസി മോഹനൻ,
മിനി മനോഹരൻ, ശ്രീജ ബിജു, ആലിസ് സിബി, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK രാമചന്ദ്രൻ, മൂവാറ്റുപുഴ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മനോജ് KG, ST പ്രൊമോട്ടർ രമ്യ പ്രദീപ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PK പൗലോസ്, KM വിനോദ്, കാണിക്കാരൻ മാധവൻ മൊയ്ലി, ഊരുമൂപ്പൻ ബാലകൃഷ്ണൻ കാണ്ടൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൊടുപുഴ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. PSC അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് തോമസ് മാത്യു കക്കുഴി ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, ദിനനിക്ഷേപ പിരിവുകാരുടെ പെൻഷൻ മാനദണ്ഡം പുനഃപരിശോധിക്കുക, കേരള ബാങ്കിന്റെ അവഗണനകൾ അവസാനിപ്പിക്കുക, ക്ഷീര, കൈത്തറി, ഹൌസിംഗ് സംഘങ്ങളെ സംരക്ഷിക്കുക, ബോണസ് കാലോചിതമായി പരിഷ്കരിക്കുക, സർവകലാശാല ബിരുദങ്ങളെ അവഗണിച്ച് പ്രൊമോഷൻ ടെസ്റ്റ് ഏർപ്പെടുത്തിയ നടപടി പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൊടുപുഴ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. PACS അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് തോമസ് മാത്യു കക്കുഴി ധർണാ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സഹകാരികളോടും ജീവനക്കാരോടും ഉള്ള സമീപനത്തിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. നമുക്കറിയാം, സഹകരണ ജീവനക്കാരുടെ കുറേ ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളിലുമൊക്കെ പ്രൊമോഷൻ കാര്യങ്ങളും ഉൾപ്പെടെ ചില മാറ്റങ്ങൾ വരുത്തുകയും അത് ജീവനക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് നിങ്ങളുടെ സംഘടനാ നേതാക്കന്മാർ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാവുന്നത്. എന്തായാലും ഇത്തരം സമീപനങ്ങളിലൊക്കെ ഗവൺമെൻറ് മാറ്റമുണ്ടാകുന്നു. അതുപോലെ നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തെ പറ്റി പൊതുവെ പറഞ്ഞാൽ നമ്മുടെ ജില്ലയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ പലതും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ പ്രധാന കാരണം ഒന്ന് ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ്. ഗവൺമെൻറ് നിലപാട് എന്ന് ഞാൻ പറയുമ്പോൾ 3 കൊല്ലമായി കടാശ്വാസ കമ്മീഷൻ സിറ്റിംഗ് നടത്തി വിധി നടത്തിയ 118 കോടി രൂപ ഈ ജില്ലയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നൽകാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഇത് ഒരേ സംഘത്തിന് 2-4 കോടി രൂപകളാണ്. നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ 8% പലിശയ്ക്ക് വാങ്ങി ഈ സംഘത്തിലെ ഇടപാടുകാരുടെ വായ്പയെ വരവ് വെച്ചത്. ഈ 3 വർഷത്തെ പലിശ പോലും 8% വെച്ച് കൂട്ടിയാൽ തന്നെ എത്ര ലക്ഷം രൂപയുടെ ബാധ്യതയാണ് നമുക്ക് ഗവൺമെന്റ് മൂലം ഉണ്ടായിട്ടുള്ളത്. പുതുപ്പരിയാരം SCB പ്രസിഡന്റ് ജോർജ് മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി. KCEF താലൂക്ക് പ്രസിഡന്റ് ജയേഷ് കുമാർ, സെക്രട്ടറി ലൂക്കോസ് സ്റ്റീഫൻ, ജില്ലാ പ്രസിഡന്റ് ബിജു മാത്യു, സംസ്ഥാന കമ്മിറ്റി അംഗം ടോം തോമസ്, ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് തോമസ്, താലൂക്ക് വൈസ് പ്രസിഡന്റ് മുനീർ മുഹമ്മദ്, താലൂക്ക് ട്രഷറർ ബിബിൻ ക്ലമന്റ്, KCEF വനിതാ ഫോറം അംഗം ദീപ ഷെർലി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് മുട്ടുകണ്ടം 13-ാം നമ്പർ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റജി ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെയും വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെയും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച വണ്ണപ്പുറം 13-ാം വാർഡ് മുട്ടുകണ്ടം അംഗൻവാടിയുടെ ഉദ്ഘാടനം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റജി അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അംഗൻവാടികളുണ്ട്. അതിൽ അധികം കെട്ടിടങ്ങളും പണി തീർന്നവ തന്നെയാണ്.
2014-15 കാലയളവിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഐസിഡിഎസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു 9 അംഗൻവാടി 11.5 ലക്ഷം രൂപ മുടക്കി അന്ന് അംഗൻവാടി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അത് അധികവും ഹൈറേഞ്ച് മേഖലകളിലും മുണ്ടമ്പടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലായിരുന്നു അംഗൻവാടികളുടെ നിർമ്മാണം അന്ന് നടന്നിരുന്നത്. അന്നും ഈ അംഗൻവാടി വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈയിടെയായിട്ട് അതിന്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ വാർഡ് മെമ്പർ റഷീദ് ആവശ്യപ്പെട്ട ഒരു പുതിയ അംഗൻവാടിക്ക് ഫണ്ട് തരണമെന്ന്. നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ നമുക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന ഫണ്ടുകൾ അത് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് നമ്മളെല്ലാവർക്കും തന്നെ കൊടുക്കാറുണ്ട്. അതുപോലെ ഇത് നല്ലൊരു അംഗൻവാടി പണിയാൻ 16 ലക്ഷം രൂപ, ആദ്യം 10 ലക്ഷം പിന്നെ 6 ലക്ഷം രൂപ കൂടി അനുവദിച്ചതിന്റെ നിർമ്മാണം ഇത്രയും പൂർത്തീകരിച്ചു. വാർഡ് മെമ്പർ റഷീദ് തോട്ടുങ്കൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തികൾ എന്നിവർ ആശംസകൾ അറിയിച്ചു. ചടങ്ങിൽ അംഗൻവാടി കെട്ടിട നിർമ്മാണത്തിന് ഭാഗഭാക്കായ വ്യക്തിത്വങ്ങൾക്ക് ആദരവൊരുക്കി. ALMC കമ്മിറ്റി അംഗം ഐസൻ പേപ്പതിൽ ചടങ്ങിൽ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ. മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാളിൽ ഓണം എക്സ്പോ ആരംഭിച്ചു. ഹായ് ഫെയറും മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാളുമാണ് സംഘാടകർ. കേരളത്തിലെ നവസംരംഭ ബ്രാൻഡുകളും പുതിയ ഡിസൈൻ വസ്ത്രങ്ങളും വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. പുതിയ വസ്ത്ര ബ്രാൻഡായ ഗ്യാൻ ഫാഷൻസ് പ്രത്യേക ഓണം ഓഫറുകളുമായി എക്സ്പോയിൽ എത്തിയിട്ടുണ്ട്. ഫാൻസി ആഭരണങ്ങൾ, ഹോം ഡെക്കർ സാധനങ്ങൾ എന്നിവയും എക്സ്പോയ്ക്കുണ്ട്. എക്സ്പോ നാളെ സമാപിക്കും. വെള്ളാരങ്കല്ല് ഹോളി ഫാമിലി പബ്ലിക് സ്കൂളിൽ ഓണാഘോഷം നടത്തി. സ്കൂൾ മാനേജർ സാലസ് കല്ലുപുര ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ചുവടുവെച്ച മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാകായിക മത്സരവും സംഘടിപ്പിച്ചു. വെള്ളാരങ്കല്ല് ഹോളി ഫാമിലി പബ്ലിക് സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ സാലസ് കല്ലുപുര ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ചുവടുവെച്ച മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാകായിക മത്സരവും സംഘടിപ്പിച്ചു. സമ്മാനദാനം സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജ്യോതി നിർവഹിച്ചു. മിനി സാലസ്, അധ്യാപകരായ സബീന PA, ഷൈജി ജോൺ എന്നിവർ പ്രസംഗിച്ചു. മാവേലി വേഷവും പൂക്കളവും ആഘോഷങ്ങളുടെ മാറ്റു വർദ്ധിപ്പിച്ചു. പായസ വിതരണവും നടത്തി. വാരപ്പെട്ടി പഞ്ചായത്തിലെ SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ലാപ്ടോപ്പുകളുടെ വിതരണ ഉദ്ഘാടനം പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. വാരപ്പെട്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി 2025-26 ഉൾപ്പെടുത്തിയാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനം പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 4.25 വർഷക്കാലമായിട്ട് വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്ക് വേണ്ടി നിരവധി പദ്ധതികളാണ് നടപ്പാക്കി കഴിഞ്ഞിട്ടുള്ളത്. സ്കൂളുകൾ, പഞ്ചായത്തിൻ്റെ കീഴിലെ മുഴുവൻ സ്കൂളുകളും ഹൈടെക് ആക്കുന്ന നടപടികൾ സ്വീകരിച്ചു. മുഴുവൻ സ്കൂളുകൾക്കും ഹൈടെക് ഫർണിച്ചർ വിതരണം നടത്തി. അതോടൊപ്പം തന്നെ നമ്മുടെ പട്ടികജാതി പട്ടികവർഗ കുഞ്ഞുങ്ങൾക്ക്, ബിരുദവും ബിരുദാനന്തര ബിരുദമുള്ള കുഞ്ഞുങ്ങൾക്ക് മുഴുവൻ ലാപ്ടോപ്പ് വിതരണം കൂടി കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പ്, പഠിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും സ്കോളർഷിപ്പ് വിതരണം ചെയ്തുകൊണ്ട് ആവശ്യമായ ഫണ്ട് പഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുണ്ട്. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ കിട്ടാതെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അത് നൽകുന്നതിനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കി നടപ്പാക്കി വരികയാണ്. വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ദീപ ഷാജു, KM സയ്യിദ്, MS ബെന്നി, വാർഡ് മെമ്പർ ഷജി ബെസി, പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് MR, ഇംപ്ലിമെന്റ് ഓഫീസർ ഷർമി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.
രാജാക്കാട് എല്ലക്കർ റൂട്ടിൽ സാൻജോ കോളേജിന് സമീപം ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ നടപടിയില്ല. നിരവധി വാഹനങ്ങളും കോളേജ് വിദ്യാർത്ഥികളും സഞ്ചരിക്കുന്ന റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു നീക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി ആവശ്യപ്പെട്ടു. റോഡിനോട് ചേർന്നാണ് വൻമരങ്ങൾ ഉണങ്ങി ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലുള്ളത്. കാലങ്ങളായി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യമുന്നയിച്ചെങ്കിലും അധികൃതർ ഇത് കണ്ട ഭാവം നടിക്കുന്നില്ല. മുമ്പ് സമാനമായി ഉണങ്ങി നിന്നിരുന്ന മരം കടപുഴകി കോളേജ് കെട്ടിടത്തിന് മുകളിലേക്ക് പതിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അപകട സാധ്യത ഒഴിവാക്കാൻ അടിയന്തരമായി മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി ആവശ്യപ്പെട്ടു. രാജാക്കാടുന്ന് കുഞ്ചിത്തള്ളി പോകുന്ന വഴിക്ക് സാൻജോ കോളേജിൻ്റെ അടുത്ത് 2 മരങ്ങൾ ഉണങ്ങി നിൽക്കുകയാണ്. നമുക്കറിയാം, 100 കണക്കിന് വാഹനങ്ങളും ആളുകളും അതിലെ യാത്ര ചെയ്യുന്ന റോഡാണ്. അതിലുപരി സാൻജോ കോളേജ് അതിൻ്റെ അടുത്താണ് വർക്ക് ചെയ്യുന്നത്. ആ കോളേജിൽ 100 കണക്കിന് കുട്ടികൾ പോവുകയും വരികയും ചെയ്യുന്നു. അതിലുപരി ആ റോഡിൻ്റെ സൈഡിൽ 11 kVയും ലൈനൊക്കെ പോകുന്നൊരു സ്ഥലത്താണ് ഈ മരം ഉണങ്ങി നിൽക്കുന്നത്. നമുക്കറിയാം, ആ മരം വീണ് കഴിഞ്ഞാൽ ഇവിടുത്തെ 11 kV ഉൾപ്പെടെയുള്ള പോസ്റ്റുകൾ ഒടിഞ്ഞ് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകുവാനും കറണ്ടില്ലാതെ വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ യാത്രക്കാർക്കും ഭീഷണി അയക്കുന്ന ഈ മരം എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റുന്ന നടപടികൾ അതിൻ്റെ ബന്ധപ്പെട്ട അധികൃത ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അപകടകരമായി നിൽക്കുന്ന ഇത്തരം മരങ്ങൾ മഴക്കാലത്തിന് മുമ്പേ ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെട്ട് മുറിച്ചു നീക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഇറങ്ങിയെങ്കിലും വഴിയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് അധികൃതർ ഒരിടപെടലും നടത്തിയിട്ടില്ലെന്നും ജോഷി കന്യാകുഴി ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. തൊടുപുഴ സബ് ജില്ലാ റിട്ടയർഡ് ഹെഡ്മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ ഓണാഘോഷ പരിപാടികൾ ഏഴുമുട്ടം തുറക്കൽ കരോളിൻസ് ഓർമ്മ കൂടാരത്തിൽ വെച്ച് നടത്തി. ഫോറം പ്രസിഡന്റ് TU ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ AJ മാത്യു ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ സബ് ജില്ലാ റിട്ടയർഡ് ഹെഡ്മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ ഏഴുമുട്ടം തുറക്കൽ കരോളിൻസ് ഓർമ്മ കൂടാരത്തിൽ വെച്ച് നടത്തി. ഫോറം പ്രസിഡന്റ് TU ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ AJ മാത്യു ഉദ്ഘാടനം ചെയ്തു. സമത്വസുന്ദരമായ ഒരു ലോകം ഉണ്ടായിരുന്നുവെന്ന് സങ്കല്പിക്കുകയും ഇനിയും ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നത് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പ്രേരക ശക്തി കൂടിയായി മാറുന്നു. ഇപ്പൊ നമുക്കറിയാം, ഇതിപ്പോ നമ്മൾ പൂവിളി പൂവിളി പൊന്നോണമായി ശ്രീകുമാരൻ തമ്പി സാറിന്റെ ആ ഗാനം നമ്മളിവിടെ കേട്ടു. അത് കേൾക്കുമ്പോ ആ പാടിയ, അവിടെ അവതരിപ്പിച്ച ആ കലാകാരികൾക്കും അതോടൊപ്പം നമ്മൾക്കും ഏതാണ്ട് ഒരു 10 വയസ്സ് കുറഞ്ഞു കാണും. പ്രസിഡന്റ് അത് സൂചിപ്പിക്കുകയും ചെയ്തു. എല്ലാവർക്കും ഒരു 10 വയസ്സ് കുറഞ്ഞിട്ടുണ്ട് എന്ന് പ്രസിഡന്റ് സൂചിപ്പിക്കുകയും ചെയ്തു. അതാണ് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ചടഞ്ഞുകൂടിയിരുന്ന നമ്മുടെ പ്രായത്തെക്കാൾ പ്രായം ചെല്ലുന്ന മനസ്സുമായി നമ്മൾ ഇരിക്കുന്നതിനേക്കാൾ ക്രിയാത്മകമായി ചിന്തിച്ചും പ്രവർത്തിച്ചും നമ്മുടെ നമ്മുടെ മനസ്സ് ചെറുപ്പമായിരിക്കാൻ നമ്മൾ ശീലിപ്പിക്കുന്നു നമ്മുടെ മനസ്സിനെ. അതാണ് നമ്മുടെ ഈ കൂട്ടായ്മയുടെ വലിയ വിജയം എന്ന് ഞാൻ കാണുകയാണ്. TT മാത്യു സ്വാഗതം പറഞ്ഞു. വിവിധ കലാപരിപാടികളും മത്സരങ്ങളും ആഘോഷത്തിന് മികവേകി. റോയ് T ജോസ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുടെ പരിഹാരമല്ല ചട്ട ഭേദഗതിയുടെ മറവിൽ ജനങ്ങളെ കൊള്ളയടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നതെന്ന് വ്യക്തമായതായി DCC പ്രസിഡന്റ് CP മാത്യു. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷനും തൊടുപുഴ നഗരസഭയും ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടുകൂടി തൊടുപുഴയിൽ സംഘടിപ്പിക്കും. വാത്തിക്കുടി പഞ്ചായത്തിൽ നടന്നുവരുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ നിർമ്മാണം അനന്തമായി നീളുന്നു. പട്ടികവർഗ വിഭാഗക്കാർക്കായുള്ള മുഖ്യമന്ത്രിയുടെ ഓണസമ്മാന വിതരണം കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ആരംഭിച്ചു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൊടുപുഴ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.